ആ പറ സാറേ. താനിപ്പോൾ എവിടെയാ? പുറത്താണ് സാറേ. വന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ലക്ഷണമാണ് സ്വാമിയെ കാണുന്നത്. സഹിക്കുന്നതിനും ഒരു അതിരില്ലേ? എന്ത് പറ്റി സാറേ? ഇനി എന്ത് പറ്റാനാ? ശ്രുതിമോളെ അവർ പൊന്മുടിക്ക് അയക്കുന്നു. ആരുടെ കൂടെയാണെന്നറിയാവോ? വിശാലിൻ്റെ കൂടെ. അയ്യോ, അതെന്താ സാറേ അങ്ങനെ തീരുമാനിച്ചത്? അതാ പറഞ്ഞത്, ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന്. തലക്ക് സുഖമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ആരെ വിശാല്? എല്ലാം അറിഞ്ഞിട്ടും പറഞ്ഞു വിടുക. വേണ്ടായിരുന്നു സാറേ. ശ്രുതിമോൾക്ക് പൊന്മുടി കാണുന്ന അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകായിരുന്നല്ലോ സാറേ. തൻ്റെ കൂടെയൊന്നും അവർ ശ്രുതിമോളെ വിടില്ല സ്വാമി. എന്ത് ചെയ്യാൻ പറ്റും സാറേ? എന്തു ചെയ്യാം? സഹിക്കുക തന്നെ. വിടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവർ കേൾക്കണ്ടേ? എല്ലാം നശിക്കാനുള്ള പുറപ്പാടാ സ്വാമി. ഒരാൾ നശിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അത് ശരിയാ സാറേ. അല്ല സാറേ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട. എൻ്റെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ആ, ഇനിയെല്ലാം വിധി പോലെ വരട്ടെ. വേറെന്ത് ചെയ്യാൻ? എല്ലാ കാര്യങ്ങളും നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കുകയാണല്ലോ ഡാഡി. ഞാൻ സ്വാമിയോടാ പറഞ്ഞത്. എന്തിനാ അധികം? അയാൾ ഒരാൾ മതിയല്ലോ, വിവരം എല്ലാരും അറിയാൻ. അത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? സ്വാമിയുടെ വായിൽ നിന്ന് ഒരു രഹസ്യവും എങ്ങോട്ടും പോവില്ല. ഡാഡിയെ ശരിക്കും ഒരു മണ്ടന. കൂടെ നിൽക്കുന്നതാരാ, ശത്രു ആരാന്ന് ഡാഡിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നിനക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ വിശാലിനൊപ്പം കുഞ്ഞിനെ ടൂറിന് വിടുന്നത്. എനിക്കതിലൊന്നും തോന്നുന്നില്ല. ചില കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ശ്രുതിമോളെ കൊണ്ടുപോകേണ്ട ആള് തന്നെയായിരുന്നു വിശാല്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ശരിയല്ല. അത് നിനക്ക് വൈകാതെ മനസ്സിലായിക്കൊള്ളൂ. നല്ലൊരു അവസരം തങ്കച്ചിക്ക് വരാൻ പോകണം. അത് പറയാനാണ് ഞാൻ വന്നത്. എന്താണ്? നിരഞ്ജൻ സാറിന്റെ മോളില് ശ്രുതി, ആ കുഞ്ഞൊരു ട്രിപ്പ് പോകണം പൊന്മുടിക്ക്. ആരെ കൂടെയെന്നറിയാം? വിശാലിന്റെ കൂടെ. അതെന്താ അങ്ങനെ? നിരഞ്ജൻ സാറിന് സമയല്ലേ? അതേതായാലും നന്നായി. താൻ പറഞ്ഞതുപോലെ ഇത് നല്ലൊരു അവസരമാണല്ലോ സ്വാമി. അതെ. ആ വിശാലിനെ തങ്കച്ചി നോട്ടിടാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയില്ലേ? അവനാണല്ലോ തങ്കച്ചിയെ ആക്രമിച്ച് ലക്ഷങ്ങളും കൊണ്ട് മുങ്ങിയത്. നല്ലൊരു അവസരമാണ് തങ്കച്ചിക്ക് കിട്ടാൻ പോണം. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. പൊന്മുടിയാണ് സ്ഥലം. യാത്രയ്ക്ക് ശ്രുതിമോളും വിശാലും മാത്രമേ കാണൂ. ഞാൻ തിരിച്ചടിക്കാൻ പോകുന്നത് വിശാലിനെ തന്നെയാ. പക്ഷേ അത് സ്വാമി പറഞ്ഞ പോലെ ആയിരിക്കില്ലെന്ന് മാത്രം. എന്ന് വെച്ചാ ചെറിയൊരു മാറ്റം ഉണ്ടാവും, പക്ഷേ അതൊരു വലിയ മാറ്റമായിരിക്കുകയും ചെയ്യും. അതെന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറയും. തൽക്കാലം സ്വാമി അറിയണ്ട. അറിഞ്ഞ എന്നെ അതിൽ നിന്ന് വിലക്കും. സ്വാമിയെ പോലെ ഒരാൾ വിലക്കുന്ന കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ശ്രുതിമോളെയും കൊണ്ട് വിശാല് പൊന്മുടിയിലെത്തുമല്ലോ. അവിടെ അവരെയും കാത്ത് 2 പേരുണ്ടാവും. ഞാൻ അയക്കുന്ന 2 പേർ. തങ്കച്ചി, അവസാനം പ്രശ്നമാവൂ? പ്രശ്നമാവും. ആവണമല്ലോ. എന്റെ തലയിൽ ഉദിച്ച പ്ലാൻ നടന്ന ജയശങ്കർ പിന്നെ ഇല്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ചാവും. അതിനിടെ കൂടെ ഞാൻ ആഗ്രഹിച്ച പോലെ നടത്തിയെടുക്കുകയും ചെയ്യും. ഈ അവസരം ഞാൻ മുതലാക്കും സ്വാമി, താൻ കണ്ടോ?